ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മഴക്കാലം എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ തോട്ടിലും പാടത്തൊക്കെ മീൻ കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത്തരത്തിൽ കയറി വരുന്ന മീനെ പിടിക്കാനായിട്ട് നമ്മുടെ കാരണവന്മാർ ഈർക്കിളി കൊണ്ടുള്ള ഒരു മീൻ കൂട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈർക്കിളി ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അതുണ്ടാക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു അഭാവം കാരണം കൊണ്ടും അത്തരത്തിലുള്ള കൂടൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പകരം നമുക്ക് ഇരുമ്പിൻ്റെ പുതിയ തരത്തിലുള്ള അതേ മെത്തേഡ് തന്നെ, എന്നാൽ പുതിയ രീതിക്ക് ഇരുമ്പ് കമ്പികളും വലയും ഉപയോഗിച്ചിട്ടുള്ള കൂടുകളൊക്കെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൂട് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഹോം മെക്കാനിക് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയ. വണ്ണം കുറഞ്ഞ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. തെങ്ങ് കെട്ടാൻ ഉപയോഗിക്കുന്ന 4 mm ഡയമീറ്ററുള്ള GI കോട്ട് ചെയ്ത വയറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ 2-3 റിങ്ങുകൾ ഉണ്ടാക്കി അതിന് ചുറ്റിനും നീളത്തിൽ ഫ്രെയിം പോലെ കമ്പികൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഫ്ലാറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ഷേപ്പ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ വലയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്ന ഈ ഭാഗത്ത് കോൺ ഷേപ്പിനെ നമ്മളൊരു വല ചുറ്റിക്കെട്ടുന്നു. ഏതാണ്ട് ഇവിടം വരെ, കോണിൻ്റെ മറ്റേ അറ്റം ഇവിടം വരെ എത്താവുന്ന രീതിയിൽ ഈ വായ്ഭാഗത്ത് വലിയ വിസ്തൃതിയിലും അകത്തേക്ക് വരുന്തോറും ചുരുങ്ങി വരുന്നതുമായിട്ടുള്ള രീതിയിൽ കോൺ ഷേപ്പിൽ വല കെട്ടി ഉറപ്പിക്കുന്നു. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് വല കെട്ടി അടച്ചുറപ്പാക്കുന്നു. അപ്പോൾ ഈ കൂടിൻ്റെ വായ്ഭാഗത്ത് കെട്ടാനുള്ള വല കോൺ ഷേപ്പിൽ ഞാൻ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് വെച്ചിട്ട് കെട്ടി ഉറപ്പിച്ചിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അറ്റത്ത് നിന്ന് വള്ളി ഈ 2 സൈഡിലേക്കും കെട്ടും. അതിനുശേഷം ഈ വല ഉപയോഗിച്ച് ഇത് കവർ ചെയ്യും. അപ്പോൾ ഈ കൂട് ചെറിയ തോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പാടത്തു നിന്ന് വെള്ളം ഒഴുകുന്ന ഭാഗത്ത് ആണെങ്കിലും വയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ചില ആളുകൾ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അഭിമുഖമായിട്ട് ഈ കൂടിൻ്റെ വായ്ഭാഗം വരുന്ന രീതിയിൽ വയ്ക്കും. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. മീൻ അങ്ങനെയല്ല കയറുന്നത്. മീൻ കയറുന്നത് വെള്ളത്തിന് ഓപ്പോസിറ്റ്, വെള്ളത്തിൻ്റെ ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് ആണ് മീൻ ചാടി കയറുന്നത്. അപ്പോൾ നമ്മൾ കൂട് വയ്ക്കുമ്പോൾ വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകുകയാണെങ്കിൽ നമ്മൾ കൂട് തിരിച്ചു വയ്ക്കണം. കൂടിൻ്റെ ഈ കൂർത്ത ഭാഗം ഇങ്ങനെ അഭിമുഖമായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്തേക്ക് വന്നിട്ട് ഈ വായ്ഭാഗത്തൂടെ പുറത്തേക്ക് ചെറിയ വെള്ളച്ചാട്ടം പോലെ വരാനായിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അത് അവിടെയൊക്കെ കല്ല് വെച്ച് അടച്ചതിന് ശേഷം മാക്സിമം വെള്ളം ഈ വായുഭാഗത്തൂടെ പുറത്തേക്ക് ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന രീതിയിലാണ് ഈ കൂട് കറക്റ്റായിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീനുകൾ, പ്രത്യേകിച്ചും പരൽ മീനുകൾ, ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒഴുക്ക് കൂടുതലുള്ള ഭാഗത്തൂടെ ചാടി കയറുന്ന ഒരു ടെൻഡൻസി ഈ പരൽ മീനുകൾക്കുണ്ട്. അതിൽ വരാൽ, കൂരിവാള ഇതുപോലുള്ള മീനുകളൊക്കെ അങ്ങനെ കയറും.
അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻ കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിലുപയോഗിച്ചിരിക്കുന്ന വല ഏകദേശം ഒരു 1/2 ഇഞ്ച് കണ്ണി അടുപ്പം ഉള്ള ഒരു വലയാണ്. പരൽ മീനുകൾ തൊട്ട് വലിയ മീനുകൾ വരെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള വലയാണ്. അപ്പോൾ കോൺ ഷേപ്പായിട്ടുള്ള ഒരു ഭാഗം അകത്ത് വെച്ച് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം പുറത്ത് മൊത്തത്തിൽ വല കെട്ടി ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി ഇത് തോട്ടിൽ വെച്ച് മീൻ പിടിക്കുന്ന ഒരു അടുത്ത വീഡിയോ ഉടനെ തന്നെ പുറത്തിറക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.